ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി പോർക്ക് ഉലർത്തിയതാണ്. എൻജോയ് ലൈഫ് വീഡിയോയുടെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ സ്പെഷ്യൽ പോർക്ക് ഉലർത്തിയത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇന്നത്തെ ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് നമ്മളിന്ന് 1 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ പോർക്ക് വെച്ചിട്ടുള്ള ഒരു ഉലർത്താണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉലർത്ത് തയ്യാറാക്കുന്നതിന് മുമ്പേ ഈ പോർക്ക് ഞാൻ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരുപാട് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടാവട്ടെ, അതിനുശേഷം നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് ചൂടായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നും തിളയ്ക്കണ്ട. അപ്പം നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാം. ചെയ്യേണ്ടത് ഇതിന്റെ മേളിൽ വന്നിട്ടുള്ള ഈ ഒരു പതയില്ലേ, അത് ഒരു സ്പൂണോ തവിയോ ഒക്കെ വെച്ചിട്ട് അതൊന്ന് കോരി മാറ്റുക. അത് കോരി മാറ്റിയിട്ട് വേണം നമ്മൾ ഊറ്റിയെടുക്കാനായിട്ട്. ഈ പത നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കാം. അപ്പോൾ മുകളിലുള്ള ഒരുവിധം പതയൊക്കെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോഴത്തേക്കും ബാക്കിയുള്ളതും കൂടി അങ്ങ് പൊക്കോളും. നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്ത് കൊണ്ടുവരാം. അപ്പം നമുക്കിനി ഉലർത്ത് തയ്യാറാക്കാം. നമ്മുടെ പോർക്ക് ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 4-5 പച്ചമുളകും അത് പച്ചമുളക് വെച്ച് കൊടുക്കണം. പച്ചമുളക് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലർത്ത് തയ്യാറാക്കുമ്പം ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുന്ന കേട്ടോ നല്ലത്. അതായത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉലർത്തിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടും. അതാണ് ടേസ്റ്റ്. അപ്പം ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിലായിട്ട് 2 സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ സവാള ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉലർത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് തേങ്ങ അരിഞ്ഞത്. ഏത് ഉലർത്തിനായാലും ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് അരിഞ്ഞെടുത്ത തേങ്ങ. നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് വഴന്നൊക്കെ കിട്ടും. ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് കല്ലുപ്പാണ് ഇടുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലൊരു കളറൊക്കെ വന്നില്ലേ, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ സാധനങ്ങളൊക്കെ ഒരു വിധമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് ഇട്ടങ്ങ് വഴറ്റണ്ട. നമുക്ക് ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് ഇനി വീണ്ടും ഉലർത്തിയെടുക്കാനുള്ളതാണ് നമ്മുടെ പോർക്കൊക്കെ ഇട്ടിട്ട്. ഈ സമയത്ത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കണേ. മുഴുവൻ പെരുംജീരകമാണ്, ഞാൻ ചതച്ചിട്ടൊന്നുമില്ല. ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് പോർക്ക് മസാലയാണ്. 2 ടീസ്പൂൺ പോർക്ക് മസാല ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് കൂടി ഇട്ട് കൊടുക്കാം. പോർക്ക് മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടില്ലേ പോർക്ക്, അതിലോട്ട് ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പോർക്കിൽ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. കുറച്ച് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള ഒക്കെ വളരാൻ വേണ്ടി മാത്രം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പോർക്കിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും അരിക്കണ്ട, വേവാനുള്ളത് നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമ്മൾ നേരത്തെ വേവിച്ചില്ലല്ലോ, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വേവണം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. വെള്ളം തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ച് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഒരു ചെറിയ കഷ്ണം കുടംപുളി ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം മതി. അതതിൽ കിടന്നോട്ടെ, നമുക്ക് വേണമെങ്കിൽ പിന്നെ എടുത്ത് മാറ്റാം. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പോർക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നെയ്യൊക്കെ ഇറങ്ങി നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. പോർക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പോർക്കാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കിട്ടത്തുള്ളൂ, ഈ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ ഇനി നമ്മൾ മൂടി ഒന്നും വെക്കണ്ട, ഉലർത്തല്ലേ. അപ്പൊ ഇങ്ങനെ തുറന്ന് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മേമ്പൊടിക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടാൽ നല്ലതാണ്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് വഴട്ടിയെടുക്കാം നന്നായി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പോർക്ക് ഉലർത്തിയത് തയ്യാറായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോർക്ക് ഉലർത്തിയത് റെഡിയാണ്. നല്ല ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ഒന്ന് വിതറി കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാണ് നമ്മൾ പോർക്ക് ഉലർത്തിയെ തയ്യാറാക്കിയത്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ വക ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.